ഈ ദീൻ മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത, ഇറക്കിക്കൊടുത്ത ദീനാണ്. ആരുടെയെങ്കിലും ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു മതമല്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മതമല്ല. മറിച്ച് എല്ലാ കാലഘട്ടത്തിൻ്റെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മതമാണ് ഈ ദീൻ. ഈ ദീനിൽ ഒരു കുറവും ഒരാൾക്കും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഒരു കുറവും ഒരാൾക്കും കണ്ടെത്താൻ സാധിക്കുകയില്ല. മറിച്ച് എല്ലാ നന്മകളും നിറഞ്ഞ ദീനാണിത്. എല്ലാ തിന്മകളെയും വിലക്കിയ ദീനാണിത്. ഈ ദീനിനെ പോലെ മറ്റൊന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നത്തെ കാലത്തെ പലരും, ഇന്നത്തെ കാലത്തെ എന്നല്ല എന്നത്തെ കാലത്തും പലരും ഈ ദീനിനോട് പല നിലക്ക് എതിരിട്ട് നിന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ചു കാലമായി കേൾക്കുന്ന ഒരു പദമാണ് പഴയ മതം എന്നത്. പ്രാകൃതമായ കാലഘട്ടത്തിലെ മതം, പ്രാകൃതമായ ആചാരങ്ങൾ, പ്രാകൃതമായ വിശ്വാസങ്ങൾ, ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ ദീനിനെ കുറിച്ച് പഠിക്കാത്ത ആളുകൾ പലപ്പോഴും ചിന്തിക്കും, ശരിയാണല്ലോ, 6-ാം നൂറ്റാണ്ടിൽ, അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു മതത്തിന് ഇന്നെന്താണ് കാര്യം? ഇന്നത്തെ കാര്യങ്ങൾ അതെങ്ങനെ ഡീല് ചെയ്യും? ഇന്നത്തെ കാര്യങ്ങളോട് കിടപിടിക്കാൻ ഈ മതത്തിനെങ്ങനെ കഴിയും എന്നൊക്കെ സംശയിക്കുന്ന, അങ്കലാപ്പിലാകുന്ന ചിലരുടെ വിടുവായുത്തങ്ങൾ കേട്ട് സംശയിച്ചു പോകുന്ന ആളുകളെയും നമുക്ക് നാട്ടിൽ കാണുവാൻ സാധിക്കും. എന്നാൽ പ്രാകൃതർ എന്ന് കളിയാക്കുന്ന ആളുകൾ, അവരുടെ ഏത് പ്രവർത്തനമാണ് പ്രാകൃതമല്ലാത്തത്? പലപ്പോഴും അത് മറന്നുകൊണ്ടാണ് ഇസ്ലാമിനെ ആളുകൾ പ്രാകൃതമെന്ന് വിളിക്കുന്നത്. ഇസ്ലാം പഴയത് തന്നെയാണ്. ആദം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ മനുഷ്യർ അനുഷ്ഠിച്ചു പോരുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ ഇവർ എന്തിനു വേണ്ടിയാണോ മുറവിളി കൂട്ടുന്നത് ഇസ്ലാം പഴയതാണ് എന്ന് പറയുന്നത്, അതൊന്നും പഴയതല്ലേ? അതൊക്കെ പുതിയതാണോ? മദ്യപാനം അത് പഴയതല്ലേ? അത് പുതിയതാണോ? പഴയതാണ്. വ്യഭിചാരശാലകൾ, വ്യഭിചാരത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇവർ മുറവിളി കൂട്ടുന്ന മറ്റൊരു കാര്യമാണ്. പ്രാകൃതമാണോ? അത് പുതിയതാണോ? പ്രാകൃതമാണ്, പഴയതാണ്, പണ്ട് കാലത്തുള്ളതാണ്. അതിനെതിരെ ഇസ്ലാം പോരാടി. അതുപോലെ തന്നെ ചൂതാട്ടങ്ങൾ പ്രാകൃതമാണോ? പുതിയതായി കണ്ടുപിടിച്ചതാണോ? പ്രാകൃതമാണ്. നഗ്നതാ പ്രദർശനങ്ങൾ പ്രാകൃതമോ അതോ പുതിയതോ? പ്രാകൃതമാണ്. യഥാർത്ഥത്തിൽ പ്രാകൃതമായതിനെ നവീനവൽക്കരിക്കുകയും അതിനെ പുതിയതായി കാണുകയും ആ പ്രാകൃത സ്വഭാവങ്ങളെ എതിർക്കുകയും ലോകത്തെ നന്മകളിലേക്ക് കൈപിടിച്ചുയർത്തിയ ദീനിനെ പ്രാകൃതമാക്കുകയും ചെയ്യുന്ന രീതി. മനുഷ്യനെ കുരങ്ങാക്കാനും നായയാക്കാനും വെമ്പൽ കൊന്നുള്ളുന്ന ആളുകൾ ഇത് ചെയ്യും എന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. മനുഷ്യൻ എന്നത് കുറെ കാലമായില്ല ഞാൻ മനുഷ്യനായി ജീവിക്കുന്നു, പ്രാകൃതമായി. ഇനി ഞാൻ എന്താകാം? നായയാകാം, നവീനമായി, പുതിയതായി. കുരങ്ങാകാം, അവ എന്തായി? പുതിയതായി. പോത്താകാം, കഴുതയാകാം, അവ എന്തായി? പുതിയതായി. കുറെ കാലമായി മാന്യമായി ജീവിക്കുന്നു, പ്രാകൃതം. ഇനി അല്പസ്വല്പം മാന്യതയൊക്കെ ഒഴിവാക്കാം, നവീനമായി. കഴുതകളെ കണ്ടില്ലേ? അവർക്ക് വല്ല നാണവുമുണ്ടോ? നായ്ക്കളെ കണ്ടില്ലേ? നല്ല നാണവുമുണ്ടോ? നാണം ഒഴിവാക്കാം, പ്രാകൃതയിൽ നിന്ന് രക്ഷപ്പെടാം. ലജ്ജ പ്രാകൃതം, ലജ്ജയില്ലായ്മ നവീനം. ഈ രൂപത്തിൽ തലകളെ കീഴായി ആലോചിക്കുന്ന ആളുകളുടെ സംസാരങ്ങൾ കേട്ട് അങ്കലാപ്പിലാകുന്ന നിഷ്കളങ്കന്മാരോട് നമുക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇസ്ലാം എല്ലാ നിലക്കും എല്ലാ കാലഘട്ടത്തിനും യോജിച്ചതാണ്. ഇസ്ലാം എതിർത്ത തിന്മകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇസ്ലാം കൽപ്പിച്ച നന്മകൾ അന്നും നന്മകളാണ്, ഇന്നും നന്മകളാണ്.
വ്യഭിചാരം തിന്മയാണ് എന്ന് തിരിച്ചറിയാൻ സ്വന്തം വീട്ടിൽ സ്വന്തം മാതാവിനെയും പെങ്ങളെയും മക്കളെയും പെൺമക്കളെയും നോക്കിയാൽ മതി. വ്യഭിചാരം തിന്മയാണെന്ന് തിരിച്ചറിയാൻ അത്രമാത്രം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ വന്ന് ഉപദേശം തേടി, നീ വ്യഭിചരിക്കുന്നത് നിന്റെ മാതാവുമായി വ്യഭിചരിക്കപ്പെടാൻ നീ തൃപ്തിപ്പെടുന്നുണ്ടോ? പെങ്ങളുമായി വ്യഭിചരിക്കപ്പെടാൻ തൃപ്തിപ്പെടുന്നുണ്ടോ? ഭാര്യയുമായോ മക്കളുമായോ വ്യഭിചരിക്കപ്പെടാൻ തൃപ്തിപ്പെടുന്നുണ്ടോ? ആളുകൾ അവരുടെ മാതാവുമായി വ്യഭിചരിക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ പെങ്ങളുമായി വ്യഭിചരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല, മക്കളുമായി വ്യഭിചരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല, ഭാര്യമാരുമായി വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു വ്യഭിചാരത്തിന്റെ അപകടം. കാര്യം മനസ്സിലായി, വ്യഭിചാരത്തിൽ നിന്നും മടങ്ങി. എന്നാലിന്നോ സ്വന്തം ഭാര്യയെ വിറ്റ് കാശാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നന്മ, അതാണ് നവീനത. മാതാപിതാക്കളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വിറ്റ് കാശാക്കാൻ പറ്റുമെങ്കിൽ അത് നവീനതയാണ്. അതിനെ എതിർക്കുന്നത് പ്രാകൃതമാണ്. മക്കളെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നവീനമായ ടെക്നോളജിയാണ്. അതിനെ എതിർക്കുന്നത് പ്രാകൃതമാണ്. ഈ രൂപത്തിൽ ഇസ്ലാം സംഗീതത്തെ എതിർത്തിട്ടുണ്ട്. ഇസ്ലാം സംഗീതത്തെ ഹറാമായിട്ടാണ് കാണുന്നത്. അത് നവീനമായൊരു കാര്യമൊന്നുമല്ല, അത് പ്രാകൃതം തന്നെയാണ്. നാടോടികളായ ആളുകൾ അവർ ചെണ്ടയും ഉടുക്കും കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് അതിനെ പ്രാകൃതമെന്ന് സ്വാഭാവികമായ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്നും നാടോടി നൃത്തമെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ പ്രാകൃതയെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെക്ഷൻ 1 അതിനാണ്, ഒരു സെക്ഷൻ അതിനാണ്. നാടോടി നൃത്തം പ്രാകൃതമല്ലേ? പ്രാകൃതമാണ്. പ്രജന്നവേഷം പ്രാകൃതമല്ലേ? പ്രാകൃതമാണ്. പക്ഷേ മാന്യമായ വസ്ത്രം എന്ന് പ്രാകൃതമായിരിക്കുന്നു. ഈ രൂപത്തിൽ കാര്യങ്ങളെ തലകീഴായി മറിച്ചാൽ ഇസ്ലാം മോശമാണ്. കാര്യങ്ങളെ തലകീഴാക്കിയാൽ ഇസ്ലാം മോശമാണ്. തണുപ്പിനെ കുറിച്ച് ചൂടെന്ന് പറയുക, ചൂടിനെ കുറിച്ച് തണുപ്പെന്ന് പറയുക, എന്നിട്ട് പറയുക ഹിമാലയത്തിൽ ഭയങ്കര ചൂടാണ്, ഹിമാലയത്തിൽ ഭയങ്കര ചൂടാണ്. ശരിയല്ലേ? ശരിയാണ് എന്ന് ആർക്ക് പറയാം? തലതിരിഞ്ഞവന് പറയാം. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരാൾ സംസാരിച്ചിരുന്നു, ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ കാണിക്കാൻ വേണ്ടി? ഖുർആൻ മുഴുവൻ നന്മയാണ്, പക്ഷേ അയാൾക്ക് അതിലൊരു നന്മ പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കഞ്ചാവ് നന്മയാണ്, ലഹരി നന്മയാണ്, ഖുർആനിൽ അത് തിന്മയാണ്. വ്യഭിചാരം നന്മയാണ് അയാളുടെ അടുക്കൽ, ഖുർആനിൽ അത് തിന്മയാണ്. കളവ് നന്മയാണ്, ഖുർആനിൽ അത് തിന്മയാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കൽ നന്മയാണ് ഖുർആനിൽ, ഇയാളെ സംബന്ധിച്ച് അത് തിന്മയാണ്. മാതാപിതാക്കൾ ഒഴിഞ്ഞു കൊടുക്കണം മക്കളുടെ ആ തലയിൽ നിന്നും എന്നാണ് ഇങ്ങനെയുള്ള ആളുകളുടെ വാദം. ഇത് ഞാൻ പറയുന്നത് മനുഷ്യ പ്രകൃതി തലകീഴായ ആളുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും ബുദ്ധിയുള്ള ആളുകളെ ബാധിക്കാൻ പാടില്ല. അങ്ങനെയുള്ളത് കേൾക്കാനേ പാടില്ല, അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് കടക്കാനേ പാടില്ല. ഇസ്ലാം അത് ഏറ്റവും നല്ലതിലേക്കാണ് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏത് കാര്യത്തിലും, അത് ആണും പെണ്ണും ഇടകലരുന്ന വിഷയത്തിലാണെങ്കിൽ വലാ തഖ്റബു സിനാ, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ അടുക്കുന്ന വിഷയത്തിൽ പോലും ഇസ്ലാം കണിശമായ നിലപാടുകൾ കാണിച്ചു. മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ നിന്നും വളരെയേറെ പിറകോട്ട് പോയി. ആണും പെണ്ണും ഇടകലരുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് യാതൊരു കണിശതയും ഇന്ന് കാണാൻ സാധിക്കുകയില്ല. കുടുംബങ്ങളിൽ, കല്യാണ സദസ്സുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാം മുസ്ലിമീങ്ങൾ ഇടകലർന്നിട്ടാണ്. എന്നാൽ ചില സമയങ്ങളിൽ പെട്ടെന്നൊരു ഉണർവ് വരും. ചില പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു ഉണർവ്, അത് ശരിയല്ലല്ലോ, അപ്പൊ മറ്റതോ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത് അതിനേക്കാൾ വലിയ മോശമാണ്. സഹോദര, നീ നിന്റെ ഇസ്ലാമിനെ നന്നാക്കിയാൽ, നീ നിന്റെ ദീനിനെ നന്നാക്കിയാൽ ഇസ്സത്തോടു കൂടി നിനക്ക് ജീവിക്കാം. മുസ്ലിം എന്ന ഇസ്സത്തുള്ള ഐഡന്റിറ്റിയിൽ നിനക്ക് ജീവിക്കാം. അതല്ല എങ്കിൽ നിന്ദയായിരിക്കും ഫലം. ആരാണോ ദീനിൽ നിന്നും ഉരുത്തിരിക്കാൻ ശ്രമിക്കുന്നത്, ആരാണോ ദീനല്ലാത്തതിൽ
അഭിമാനം കണ്ടെത്താൻ, ഇജ്ജത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് നിന്ദതയായിരിക്കും ഫലം. വമൻ ഇബ്തഗൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹ് അദല്ലന അല്ലാഹ്. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രതാപത്തിലാക്കിയത് കൊണ്ടല്ലാതെ പ്രതാപം അന്വേഷിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദനാക്കി കളയും, നമ്മളെ നിന്ദ്യരാക്കി കളയും. അതാണ് മുസ്ലിം ഉമ്മത്തെ എന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങുക, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ഇസ്സത്ത് ലഭിക്കും. വേറൊരാൾക്കും അതിനെ തകർക്കാൻ സാധിക്കുകയില്ല. അതല്ല എങ്കിൽ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി 2-3 ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിയുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ അതുമായി താതാത്മ്യപ്പെട്ട് അതുമായി യോജിച്ച് മുട്ടിയുരുമി പോകുന്ന അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന വെറും ആവേശത്തിന്റെ ആളുകൾ മാത്രമായി ഈ ഉമ്മത്ത് മാറുകയാണെങ്കിൽ പരിഹാസ്യപാത്രങ്ങളാകുക മാത്രമായിരിക്കും അതിന്റെ ഫലം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക, അള്ളാഹു സുബ്ഹാനഹു തആല ഇജ്ജത്ത് നൽകും. ഈ ദീനല്ലാതെ മറ്റൊരു ദീനും യഥാർത്ഥത്തിൽ നന്മ പാലിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കാത്തതാണ്. യഥാർത്ഥ നന്മ പാലിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യനെ പൂർണ്ണമായും പ്രാപ്തനാക്കുന്നത് ഈ ഒരൊറ്റ ദീൻ മാത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക് അവരുടെ നേർബുദ്ധി നൽകി എല്ലാ നിലക്കും ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.